ചില കാര്യങ്ങൾ സംഭവിച്ച് ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷമാവാം നാം തിരിച്ചറിയുന്നത് അത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു എന്നുള്ളത്. ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ രൂപീകരണവും ഇതുപോലെ അതിശയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു ഫെയറി ടെയിൽ പോലെയാണ്. വർഷം 1905. ഗുസ് മേയേഴ്സ് എന്ന് പറയുന്ന ലണ്ടനിലെ ബിസിനസ്സുകാരന് സ്വന്തമായ ഒരു സ്റ്റേഡിയം ഉണ്ട്, അതും ഫുൾഹാമിലെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ്. അദ്ദേഹം ഫുൾഹാം FC മുമ്പിൽ ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു. ഈ ഗ്രൗണ്ട് നിങ്ങൾക്ക് ലീസ് ഔട്ട് ചെയ്യാം. എന്നാൽ ക്ലബ്ബ് പൂർണ്ണമായും അത് നിരസിക്കുന്നു. ചാലഞ്ചുകൾ ഇഷ്ടപ്പെടുന്ന ഗുസ് മേയേഴ്സ് പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, സ്വന്തമായി ഒരു ക്ലബ്ബ് തുടങ്ങണം. അങ്ങനെ കളിക്കാരില്ല, കോച്ചില്ല, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ഇല്ല, സ്വന്തം ആത്മവിശ്വാസം മാത്രം, കൂടെ ഒരു സ്റ്റേഡിയവും. അങ്ങനെ 1905 മാർച്ച് 10 തൊട്ടടുത്തുള്ള പബ്ബിൽ വെച്ച് അദ്ദേഹം തൻ്റെ ക്ലബിനെ നാമകരണം ചെയ്യുന്നു, ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. അങ്ങനെ സ്വന്തമായ സ്റ്റേഡിയം ഉള്ളത് കൊണ്ട് മാത്രം രൂപീകരിക്കപ്പെട്ട ക്ലബ്ബ് എന്നുള്ള പേര് തങ്ങളോട് എഴുതി ചേർത്തു, ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് എന്ന ലണ്ടനിലെ ആ സ്റ്റേഡിയം ഇന്നും ചരിത്ര നിയോഗം പോലെ തലയെടുപ്പോടെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജനനം കൊണ്ട് തന്നെ വ്യത്യസ്തതകൾ നിറച്ചു വെച്ച് ഐ എം എ സ്പെഷ്യൽ വൺ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. എന്നാൽ താൻ വെള്ളമൊഴിച്ച് നട്ടുവളർത്തിയ തൻ്റെ പ്രിയ ക്ലബിൻ്റെ വിജയങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിയാതെ 1912 തൻ്റെ 39-ാം വയസ്സിൽ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആയുസിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ചെൽസി ഫുട്ബോൾ ക്ലബിന് ഇംഗ്ലണ്ടിലെ ടോപ്പ് ടയർ ലീഗിൽ ചാമ്പ്യന്മാരാകാൻ. 1954-55 സീസണിൽ ടെഡ് ഡ്രേക്ക് എന്ന മാനേജറുടെ കീഴിൽ അവർ ആദ്യമായി ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരായി. അങ്ങനെ യൂറോപ്പിലെ വമ്പന്മാർ ആദ്യമായി മാറ്റുരയ്ക്കാൻ എത്തുന്ന യൂറോപ്യൻ കപ്പിനും ചെൽസി യോഗ്യത നേടി. എന്നാൽ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ അസോസിയേഷന്റെ കടുംപിടുത്തത്തിൽ ആ ചരിത്ര നിയോഗത്തിൽ പങ്കുചേരാൻ അവർക്കായില്ല. പിന്നീട് 1970 പീറ്റർ ഓസ്ഗുഡും ഡേവിഡ് വെബും റോൺ ഹാരിസും ഒക്കെ ചേർന്ന് ചെൽസിക്ക് ആദ്യത്തെ FA കപ്പ് സമ്മാനിച്ചു. തൊട്ടടുത്ത വർഷം 1971 യൂറോപ്പിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ആദ്യമായി ഒരു യൂറോപ്യൻ കപ്പ്, യുഎഫ കപ്പ് വിന്നേഴ്സ് കപ്പിൽ ചെൽസി തങ്ങളുടെ പേര് എഴുതി ചേർത്തു. എന്നാൽ 1980 ആയപ്പോഴേക്കും കടക്കണിയിലായ ക്ലബിനെ ബെൻ ബെയ്റ്റ്സ് തൻ്റെ നേതൃത്വത്തിൽ തകരാതെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തി. വീണ്ടും നീണ്ട 17 വർഷങ്ങളുടെ കാത്തിരിപ്പ്. റൂട്ട് ഗുള്ളിറ്റ് എന്ന ഡച്ച് ഇതിഹാസത്തിന്റെ കോച്ചിങ്ങിൽ ചെൽസി വീണ്ടും 1997 FA കപ്പ് നേടുന്നു. ഒരു വർഷത്തിനിപ്പുറം 98 ലീഗ് കപ്പും കപ്പ് വിന്നേഴ്സ് കപ്പും സൂപ്പർ കപ്പും നേടി ട്രിബിൾ അടിച്ചുകൊണ്ട് ചെൽസി അവരുടെ ശക്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പിന്നെ നിലനിൽപ്പിനായി പോരാടിക്കൊണ്ടിരുന്ന ക്ലബിനെ 2003 റോമൻ അബ്രമോവിച്ച് എന്ന റഷ്യൻ അധികായൻ 140 മില്യൺ പൗണ്ടിന് ഏറ്റെടുക്കുന്നു. പിറവിയെടുത്ത് 100 വർഷങ്ങൾക്കിപ്പുറം ചെൽസി എന്ന ക്ലബിന്റെ മനോഹരമായ ബ്രാൻഡിന്റെ തലയിലെഴുത്ത് എന്നേക്കുമായി മാറ്റിയെഴുതിയ ചരിത്ര മുഹൂർത്തം. അടുത്ത വർഷം തന്നെ പോർട്ടോയെ യൂറോപ്യൻ രാജാക്കന്മാരാക്കിയ ജോസെ മറീഞ്ഞോ എന്ന വിശ്വവിഖ്യാതനായ കോച്ചിനെ റോമൻ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ എത്തിക്കുന്നു. Then the special one made the history for the club. 2005-ലും 2006-ലും ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ. 2004-2005 കാലഘട്ടത്തിൽ ചരിത്രം കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരൊറ്റ പരാജയം മാത്രമാണ് ജോസയുടെ കുട്ടികൾ ലീഗിൽ നേരിട്ടത്. അങ്ങനെ 50 വർഷങ്ങൾക്കിപ്പുറം ചെൽസി വീണ്ടും ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ രാജാക്കന്മാരായി കിരീടം ചൂടി. പിന്നെ 2010 ഡോൺ സാക്ഷാൽ കാർലോ ആൻചലോട്ടിയുടെ നേതൃത്വത്തിൽ പ്രീമിയർ ലീഗും FA കപ്പും നേടി ഡൊമസ്റ്റിക് ഡബിളും അടിച്ചു ബ്ലൂസ്. ഫുട്ബോൾ ലോകത്തിനൊരു പുതിയ ബിസിനസ് മോഡൽ തന്നെ റോമൻ കാണിച്ചു കൊടുത്തു. അതോടൊപ്പം കോച്ചുകൾക്ക് ആവശ്യമുള്ള ഏത് കളിക്കാരെയും ടീമിലെത്തിച്ചു. ടീമിനെ വാർത്തെടുക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു, കപ്പ് മുഖ്യം ബിഗിലേ. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഏത് കൊലകൊമ്പൻ മാനേജറാണെങ്കിലും ക്ലബ്ബ് വിടേണ്ടി വരും എന്ന ശക്തമായ നിലപാടായിരുന്നു റോമൻ്റേത്. അതിനുള്ള ഫലവുമുണ്ടായി. 2012 ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ തന്നെ ആൻഡ്രേ വിലാസ് ബോസ് എന്ന കോച്ചിനെ പറഞ്ഞുവിട്ട് ഇൻട്രീം കോച്ചായി റോബർട്ടോ ഡിമാറ്റിയോയെ റോമൻ അവരോധിച്ചു. പിന്നെ ചരിത്രം പിറന്നത് ബയേണിന്റെ സ്വന്തം തട്ടകമായ എലിയൻസ് അരീനയിൽ ആണ്. അവരുടെ സ്വന്തം ബാക്ക്യാർഡിൽ ബയേണിനെ പഞ്ഞിക്കിട്ടുകൊണ്ട് ക്യാപ്റ്റൻ ടെറിയും ഡ്രോഗ്ബയും ലംബാർഡും പീറ്റർ ചെക്കും ചേർന്ന സംഘം ചെൽസിയിലേക്ക് ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം 2012 എത്തിച്ചു. ലണ്ടനിലേക്ക് ആദ്യമായി UCL കപ്പ്, the pride of London, the Blues, the champions of Europe.
തൊട്ടടുത്ത വർഷം റാഫേൽ ബെനിറ്റസിന്റെ നേതൃത്വത്തിൽ ബെൻഫിക്കയെ വീഴ്ത്തി ആദ്യത്തെ യൂറോപ്പ ലീഗ് കിരീടവും ചൂടി. 2014-15 വർഷം ജോസെ മറീഞ്ഞോയുടെ തിരിച്ചുവരവിന് കാലം സാക്ഷിയായി. പ്രീമിയർ ലീഗ് കിരീടവും ലീഗ് കപ്പും നേടിക്കൊണ്ട് അദ്ദേഹം സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ തന്റെ കഴിവും ക്ലാസും വീണ്ടും അരക്കിട്ടുറപ്പിച്ചു. 2017 ഇറ്റാലിയൻ മാനേജർ അന്റോണിയോ കോണ്ടോയുടെ കീഴിൽ ഹസാർഡും കാണ്ടയും കോസ്റ്റയും ഒക്കെ ചേർന്ന് പ്രീമിയർ ലീഗ് കിരീടം വീണ്ടും സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ എത്തിച്ചു. 2018 യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി വീണ്ടും FA കപ്പ് നേടി. മറ്റൊരു പരിശീലകൻ മൗരിയോ സാരിയുടെ തോളിലേറി ബദ്ധവൈരികളായ ആഴ്സണലിനെ കീഴടക്കി 2019 വീണ്ടും യൂറോപ്പ ലീഗ് കിരീടം. 2021 കോവിഡ് എന്ന മഹാമാരി ലോകത്തെ അടിമുടി വിറപ്പിച്ചു നിർത്തിയപ്പോഴും കരുത്തിന്റെ പടച്ചട്ടി അണിഞ്ഞ് തോമസ് ടുക്കലിന്റെ പടയാളികൾ ഡിയോഗോ സിൽവയും കാണ്ടയും മൗണ്ടും മെൻഡിയും കായ് ഹാവർട്സും റീസ് ജെയിംസും എല്ലാം ചേർന്ന് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ ഫൈനലിൽ തോൽപ്പിച്ച് രണ്ടാം തവണയും ചാമ്പ്യൻസ് ലീഗ് കിരീടം ലണ്ടനിലെത്തിച്ചു. അതേ വർഷം UEFA സൂപ്പർ കപ്പും നേടി. ഇപ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പേരുമാറ്റം സംഭവിച്ച ഫിഫ ക്ലബ് വേൾഡ് കപ്പും 2022 ബ്ലൂസ് സ്വന്തമാക്കി. പിന്നെ 2022 പൊടുന്നനെ കാറ്റ് മാറി വീശുന്ന ലോകം കണ്ടു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. റോമനെ പൂട്ടാൻ തക്കം പാർത്തിരുന്ന ഇംഗ്ലീഷ് ഗവൺമെന്റ് ഇത് ഒരു സുവർണ അവസരമായി കരുതി. അദ്ദേഹം റഷ്യൻ ഒലിഗാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോമന്റെ ഇംഗ്ലണ്ടിലെ എല്ലാ ബിസിനസ്സുകളും ഗവൺമെന്റ് മരവിപ്പിക്കുന്നു. ക്ലബിന്റെ ദൈനംദിന ആവശ്യങ്ങൾ പോലും നടത്തിക്കൊണ്ടു പോകാനാകാതെ, ആവശ്യത്തിന് പണമില്ലാതെ മത്സരങ്ങൾക്ക് ബസ്സിൽ കയറി പോകേണ്ട അവസ്ഥ വരെ നേരിടേണ്ടി വന്നു കളിക്കാർക്കും കോച്ചിങ് സ്റ്റാഫിനുമെല്ലാം. എന്നാൽ പ്രിയ ക്ലബിനെ കൈവിടാൻ, വേദനിപ്പിക്കാൻ റോമൻ തയ്യാറല്ലായിരുന്നു. നെഞ്ചിൽ ഒരുപാട് നീറ്റലുകൾ ബാക്കിയാക്കി അദ്ദേഹം ടോഡ് ബോളിയും എഡ്ബാളിയും ചേർന്ന് രൂപീകരിച്ച ബ്ലൂകോ കൺസോർഷ്യത്തിന് തന്റെ സ്വപ്ന ടീമിനെ വിൽക്കുന്നു. പിന്നീടുള്ള വർഷങ്ങൾ ആരാധകർക്കും ക്ലബിനും തകർച്ചയുടെയും പരിഹാസത്തിന്റെയും കപ്പുവരൾച്ചയുടെയും കാലമായിരുന്നു. $1 ബില്യൺ ബോട്ടിൽ ജോബ് എന്ന് ഗ്യാരി നെവിൽ പരിഹസിക്കുന്നു. എല്ലാവരാലും കല്ലെറിയപ്പെടുന്നു. എന്നാൽ അങ്ങനെയൊന്നും കീഴടങ്ങുന്ന DNA ആയിരുന്നില്ല ചെൽസി എന്ന നീലക്കുപ്പായക്കാരുടേത്. തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് വാഴ്ത്തിപ്പാട്ട് പാടിക്കാൻ യുവാക്കളുടെ ഒരു സംഘത്തെ തന്നെ കട്ടിന് പിറകിൽ അവർ വാർത്തെടുക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ലോകോത്തര അക്കാദമിയായ കോപ്ഹാമിലെ പിള്ളേരുടെയും എണ്ണം പറഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിയ പുലിക്കുട്ടികളുടെയും പിൻബലത്തിൽ 2025 ലീഗിൽ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് എന്ന വമ്പന്മാരുടെ തട്ടകത്തിലേക്ക് അവർ തിരിച്ചെത്തിയിരിക്കുന്നു. റിയൽ ബെറ്റിസിനെ പരാജയപ്പെടുത്തി യൂറോപ്പ കോൺഫറൻസ് ലീഗും നേടി ട്രോഫി വരൾച്ചയുടെ കാലത്തിനും അറുതി വരുത്തിയിരിക്കുന്നു. പിന്നെ ജൂൺ 14, 2025 എൻസോ മരസ്കയും കുട്ടികളും അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറും. പുതിയ ഫോർമാറ്റിൽ 32 ടീമുകൾ അണിനിരക്കുന്ന ക്ലബ് വേൾഡ് കപ്പിലേക്ക് തങ്ങളുടെ ടീമിനെ അണിനിരത്താനായി. ആരും തന്നെ ക്ലബിന് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ആരും തന്നെ ചെൽസിക്ക് വിജയിക്കാൻ ഒരു ചാൻസ് പോലും നൽകിയിരുന്നില്ല. പക്ഷേ ചരിത്രം മാറ്റി എഴുതിയാണ് എന്നും ശീലം. ഒരു മാസത്തിനിപ്പുറം 2025 ജൂലൈ 13 PSG എന്ന യൂറോപ്പിലെ ചാമ്പ്യന്മാരെ 3-0 മുട്ടുകുത്തിച്ചുകൊണ്ട് ചെൽസി ആ കപ്പിൽ തങ്ങളുടെ പേര് ആദ്യമായി എഴുതി ചേർക്കുന്നു. ദ ക്ലബ് ചാമ്പ്യൻസ് ഓഫ് ദ വേൾഡ്, ചെൽസി ദ ബ്ലൂസ്. അങ്ങനെ തള്ളിപ്പറഞ്ഞവർക്കും പരാജയം കാത്തിരുന്നവർക്കും മറുപടി നൽകിക്കൊണ്ട് ബ്ലൂസ് ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു. PSG പുറകെ പന്തിനായി ഓടേണ്ടി വരും എന്ന് കളിയാക്കിയവർക്ക് കളത്തിൽ PSG വട്ടം കറക്കി മറുപടി നൽകി. ഫുട്ബോൾ പണ്ഡിറ്റുകളും മീഡിയയും മറ്റ് ടീമുകളുടെ ഭൂരിപക്ഷം ആരാധകരും എഴുതി തള്ളിയ ടീം പക്ഷേ മധുരമായി തന്നെ അവരോട് പകരം വീട്ടി. അവർ ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ലോസ് ബ്ലാങ്കോസ് എന്ന വിളിപ്പേരുള്ള റിയൽ മാഡ്രിഡിനെ പോലെ 15 യൂറോപ്യൻ കിരീടങ്ങളില്ല. ചുവന്ന ചെകുത്താന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെയോ യു വിൽ നെവർ വാക്ക് അലോൺ എന്ന് ഓർമ്മിപ്പിക്കുന്ന ലിവർപൂളിനെ പോലെയോ 20 പ്രീമിയർ ലീഗ് കിരീടങ്ങളില്ല. പക്ഷേ മറ്റൊരു ക്ലബിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു റെക്കോർഡ്, അത് ചെൽസി ഫുട്ബോൾ ക്ലബിന് മാത്രം ഉള്ളതാണ്. ലോകത്തൊരു യൂറോപ്യൻ ക്ലബിന്, ഇംഗ്ലീഷ് ക്ലബിന് പ്രാപ്യമായി എല്ലാ കിരീടങ്ങളും നേടിയ ആദ്യത്തെ ഒരേ ഒരു ടീം. ബ്ലൂ ഇസ് ദ കളർ, ഫുട്ബോൾ ഇസ് ദ ഗെയിം, അപ്പ് ദ ചെൽസ്, ദ വൺ ആൻഡ് ഓൺലി, ബ്ലൂ ഫോർ എവർ, ദ പ്രൈഡ് ഓഫ് ലണ്ടൻ, ചെൽസി ഫുട്ബോൾ ക്ലബ്. 6 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 2 തവണ യൂറോപ്പിലെ രാജാക്കന്മാരായ ചാമ്പ്യൻസ് ലീഗ് കിരീടം, യൂറോപ്പ ലീഗ് 2 തവണ, UEFA സൂപ്പർ കപ്പും കപ്പ് വിന്നേഴ്സ് കപ്പും 2 തവണ വീതം, കോൺഫറൻസ് ലീഗും ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പും ഓരോ തവണ വീതം, 8 പ്രാവശ്യം ഫിഫ കപ്പ് ചാമ്പ്യന്മാർ, 5 കരബാവോ കപ്പ് കിരീടങ്ങൾ, FA കമ്മ്യൂണിറ്റി ഷീൽഡ് 4 തവണ,
അവസാനം പുതിയ ഫോർമാറ്റിൽ 32 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ക്ലബ് വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാർ. അങ്ങനെ 34 മേജർ കിരീടങ്ങൾ. ഏതെങ്കിലും 10 പേരെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായവരല്ല ചെൽസി ഫുട്ബോൾ ക്ലബ്. ചെൽസി ഫുട്ബോൾ ക്ലബ് തോൽപ്പിച്ചവരെല്ലാം ചാമ്പ്യന്മാരായിരുന്നു. എപ്പോഴൊക്കെ ലോകം അവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, എപ്പോഴൊക്കെ അണ്ടർ ഡോഗ്സായി അവരെ വിധി എഴുതിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ചെൽസി ഫുട്ബോൾ ക്ലബ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നട്ടെല്ല് നിവർത്തി നിന്ന് വിജയകിരീടങ്ങൾ ചൂടിയിട്ടുണ്ട്. അതെ, ഐസ് കോൾഡ് പാർമറും റീസ് ജെയിംസും കസീഡോയും പെഡ്രോ നെറ്റോയും ജാവോ പെഡ്രോയും എല്ലാം ചേർന്ന് ആ സംഘം മുന്നോട്ട് തന്നെ കാത്തുവെച്ചിരിക്കുന്ന വിജയകിരീടങ്ങൾ ചൂടാനായി. നമസ്കാരം.